ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുമ്പോൾ ജനസംഖ്യ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ലൈനായി നിൽക്കുകയാണ് എന്നോർക്കാം. ലൈനായി 1 by 1 ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ലൈൻ എന്നതിൽ നിന്ന് ജൂലൈ കണക്ട് ചെയ്യാലോ, 1 by 1 എന്നതിൽ നിന്ന് 11 കണക്ട് ചെയ്ത് പോവാം. അപ്പൊ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. നിലവിലെ കരസേനാ മേധാവി ചോദിച്ച ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് ആണ്. അപ്പൊ കരസേന എന്ന് പറയുമ്പോൾ കരയിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് യുദ്ധം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കരസേനാ മേധാവി എന്തായിരിക്കണം? ധീരനായിരിക്കണം എന്നോർക്കാം. ധീരൻ എന്നതിൽ നിന്ന് ധീരജ് സേത്ത് കണക്ട് ചെയ്യാലോ. നിലവിലെ കരസേനാ മേധാവിയാണ് ധീരജ് സേത്ത്. അപ്പൊ നാവികസേനാ മേധാവി, വ്യോമസേനാ മേധാവി നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. ലോക ബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്? ലോക ബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? നീൽകാന്ത് മിശ്രയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ ലോക ബാങ്ക് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ലോക ബാങ്ക് അല്ലെ. എവിടെയാണ് ആസ്ഥാനം? ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC ആണ് ലോക ബാങ്കിന്റെ ആസ്ഥാനം. വാഷിംഗ്ടൺ DC ആണ് ലോക ബാങ്കിന്റെ ആസ്ഥാനം. അപ്പൊ അവിടെ ടൺ കണക്കിന് കാശിരിക്കുന്നു എന്നോർക്കാം. ലോക ബാങ്കിന്റെ ആസ്ഥാനം എന്താണ്? വാഷിംഗ്ടൺ DC ആണ്. ലോക ബാങ്കിൽ ടൺ കണക്കിന് കാശാണ്. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്ത് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ലോക ബാങ്ക്. അപ്പൊ അവിടെ എന്താണ്? പണം എങ്ങനെയിരിക്കുന്നത്? കടൽ പോലെ ഇരിക്കുകയാണ് എന്നോർക്കാം. കടലിന്റെ നിറം എന്താണ്? നീല നിറമാണ് അല്ലെ. കടലിന്റെ നിറം നീലയാണ്. അപ്പൊ ലോക ബാങ്കിൽ പണം എങ്ങനെയാണ്? കടൽ പോലെയാണ്. അപ്പൊ കടലിന്റെ നിറം നീലയാണ്. അല്ലെങ്കിൽ ഈ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. ലോക ബാങ്ക് കാണുമ്പോൾ നമ്മൾ എന്താണ്? ലോക ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കാന്തം ആകർഷിക്കുന്ന പോലെയാണ് എന്നോർക്കാം. കാന്തം ആകർഷിക്കുന്ന പോലെ. കാന്തം എന്നതിൽ നിന്നും നീൽകാന്ത് മിശ്ര കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ ലോക ബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് നീൽകാന്ത് മിശ്ര. നിലവിലെ കർണാടക മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? കർണാടക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കർണൻ കണക്ട് ചെയ്ത് വെക്കാം. പുരാണത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള കർണനെയും ശിവനെയും കണക്ട് ചെയ്ത് പോവാം. കർണൻ, ശിവൻ. അപ്പൊ നിലവിലെ കർണാടക മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. 2026 പി കേശവദേവ് പുരസ്കാര ജേതാക്കൾ. 2026 പി കേശവദേവ് പുരസ്കാര ജേതാക്കൾ ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രനും ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം എന്നിവരാണ്. ആരൊക്കെയാണ്? 2026 പി കേശവദേവ് പുരസ്കാര ജേതാക്കളാണ് സുഭാഷ് ചന്ദ്രൻ, ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യം. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ പി കേശവദേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഓഢയിൽ നിന്ന് അല്ലെ. ഓഢയിൽ നിന്ന് എന്ന നോവലാണല്ലോ. അപ്പൊ ഓഢയിൽ നിന്ന് എന്താണ് ലഭിച്ചത്? ചന്ദ്രനെ പോലെ തിളങ്ങുന്ന തങ്കം ലഭിച്ചു എന്നോർക്കാം. ചന്ദ്രനെ പോലെ തിളങ്ങുന്ന തങ്കം. ചന്ദ്രൻ എന്നതിൽ നിന്ന് സുഭാഷ് ചന്ദ്രൻ കണക്ട് ചെയ്ത് പോവാം. തങ്കം അല്ലെ. തങ്കം എന്നതിൽ നിന്ന് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യവും കണക്ട് ചെയ്ത് പോവാം. അപ്പൊ 2026 പി കേശവദേവ് പുരസ്കാര ജേതാക്കളാണ് സുഭാഷ് ചന്ദ്രനും ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യവും. ഓസ്ട്രേലിയയിലെ സിഡ്നി തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് തയ്യാറാക്കിയ 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127 ആണ് ഇന്ത്യയുടെ സ്ഥാനം. 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 127 ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറയാം. 12 മാസങ്ങളാണല്ലോ ഉള്ളത് അല്ലെ. ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസങ്ങളാണ്. 12 മാസം. ഒരാഴ്ച എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ്? 7 ദിവസം. ആ രീതിയിൽ കണക്ട് ചെയ്ത് പോവാം. 127ാം സ്ഥാനമാണ് 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 127 ആണ്. അപ്പൊ 12 മാസം, ആഴ്ചയിലെ 7 ദിവസം നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ കണക്ട് ചെയ്ത് പോവാം. സ്ത്രീ ശാക്തീകരണത്തിനായി 2026-27 കാലയളവിൽ രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ
ചെയർപേഴ്സൺ ആയി നിയമിതയായത്? സ്ത്രീ ശാക്തീകരണത്തിനായി 2026-27 കാലയളവിൽ രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ ചെയർപേഴ്സൺ ഡോക്ടർ ഡി പുരന്തേശ്വരിയാണ്. ഡോക്ടർ ഡി പുരന്തേശ്വരി. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ പറയുന്നത്? പുരയിൽ ഇരുന്നാൽ പോരാ അല്ലെ, പുരയിൽ ഇരിക്കുന്നതല്ല വേണ്ടത്, എന്ത് വേണം? സ്ത്രീകളോട് പുറത്തോട്ട് വരാൻ വേണ്ടി പറയാണ് എന്ന രീതിയിൽ പറയാം. സ്ത്രീ ശാക്തീകരണത്തിനായി 2026-27 കാലയളവിൽ രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയി നിയമിതയായത് ഡോക്ടർ ഡി പുരന്തേശ്വരിയാണ്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തു, സ്ത്രീകളോട് എന്ത് പറഞ്ഞു? പുരയിൽ നിന്നും പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഡോക്ടർ ഡി പുരന്തേശ്വരിയാണ് സ്ത്രീ ശാക്തീകരണ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ജെറോമിക് ജോർജ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് അല്ലെ. അപ്പൊ വിഴിഞ്ഞം തുറമുഖം എന്താണ്? സെറാമിക് ടൈൽസ് വെച്ചിട്ട് അലങ്കരിച്ചു എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. സെറാമിക് ടൈൽസ് വെച്ചിട്ട് എന്താണ്? വിഴിഞ്ഞം പോർട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ സെറാമിക് എന്നതിൽ നിന്ന് ജെറോമിക് ജോർജ് കണക്ട് ചെയ്ത് വെക്കാലോ. ജെറോമിക് ജോർജ് ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയി നിയമിതയായത് ആരാണ്? കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വനാഥ് സിൻഹയാണ്. കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് ബിശ്വനാഥ് സിൻഹ. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോ ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലപ്പത്തിരിക്കുന്ന ആളാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്ത് പോവാം. തലപ്പത്തിരിക്കുന്നത് ആരാണ്? നാഥനാണ് എന്ന രീതിയിൽ നാഥൻ എന്നതിൽ നിന്ന് ബിശ്വനാഥ് സിൻഹ കണക്ട് ചെയ്ത് വെക്കാലോ. അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം, സിംഹത്തെ പോലെയാണ് അല്ലെ സെക്രട്ടറി. ചീഫ് സെക്രട്ടറി പദവി എങ്ങനെയാണ്? സിംഹത്തെ പോലെ ശക്തവും ഗാംഭീര്യവും ഉള്ളതാണ് എന്ന രീതിയിലും കണക്ട് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയി തോന്നുന്നത് ആ കോഡ് എടുക്കുക കേട്ടോ. അപ്പൊ കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ളത് ബിശ്വനാഥ് സിൻഹയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നാഥന്റെ ആ ഒരു പൊസിഷനിലാണ് ആരിയിരിക്കുന്നത്? ചീഫ് സെക്രട്ടറി. അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ പദവി എങ്ങനെയാണ്? സിംഹത്തെ പോലെ ശക്തവും ഗാംഭീര്യവും ഉള്ളതാണ് എന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഓർത്തിരിക്കാം. നിലവിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ഡോക്ടർ സൈബൽ ചതോപാധ്യയാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ സൈബൽ ചതോപാധ്യായ. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ക് വിവരങ്ങളാണ്. അപ്പൊ കണക്ക് വിവരങ്ങളൊക്കെ എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? കമ്പ്യൂട്ടറിലാണ്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ സൈബറുമായി കണക്റ്റഡ് ആണല്ലോ. അപ്പൊ സൈബർ എന്നതിൽ നിന്ന് സൈബൽ കണക്ട് ചെയ്ത് പോവാം. അപ്പൊ നിലവിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ സൈബൽ ചതോപാധ്യായ.